യമൻ ഇസ്രായേലിന് നേരെ പുതിയൊരു ഭീഷണിയുടെ മുഖം തുറന്നിരിക്കുകയാണ്. പറയുന്നത് എയിലത്ത് തുറമുഖം തുറക്കാൻ ഇസ്രായേലിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നുള്ള തരത്തിലാണ് യമൻ്റെ ഒരു ഭീഷണി സ്വരം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരെ നാണം കെടുത്തിയിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇസ്രായേൽ പത്രങ്ങളൊക്കെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് നേരെ ശത്രു രാജ്യത്തിൽ നിന്ന് ഒരു ഭീഷണി സ്വരം, അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള നമ്മളെ സ്ഥാപനം പ്രവർത്തിക്കാൻ വേണ്ടി അവർ മുന്നറിയിപ്പ് നൽകുന്ന ഒരു തരത്തിലുള്ള ഒരു നിലപാട് അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഭിമാനപരമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്ന തരത്തിൽ. ഏലത്ത് തുറമുഖം ആ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തുറമുഖമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിട്ടാണ് അതിന് പരിഗണിക്കുന്നത്. 2023 വർഷത്തിൽ 212 മില്യൺ ഷെക്കലാണ് സാമ്പത്തിക ലാഭം അവർക്ക് കിട്ടിയത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി സാമ്പത്തികം ഇടിഞ്ഞ് താഴെ വീണു. 24 കണക്ക് പ്രകാരം 42 മില്യൺ ഷെക്കലായിട്ട് അത് കുറഞ്ഞു. പ്രതിമാസം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നീട് അത് അടച്ചു പൂട്ടേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. 2025 ജൂലൈ 20 മുതൽ ഏലത്ത് തുറമുഖത്തെ അടക്കേണ്ടി വരുന്ന കാരണം വെച്ചാൽ നിരന്തരം യമൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാതെ വരുന്നു. അങ്ങനെ കപ്പലുകളൊക്കെ വഴിതിരിച്ചു വിടേണ്ട ഒരു സ്ഥിതി വരുന്നു. അങ്ങനെ അത് അടച്ചു പൂട്ടുന്നു. സാമ്പത്തിക നഷ്ടത്തിൻ്റെയും ഈ പരമ്പരകളുടെയും തുടർച്ച അതിജീവിക്കാൻ സാധിക്കാത്ത പ്രയാസം ഇസ്രായേലിന് നേരിട്ട സമയത്താണ് അവർ എന്ത് ചെയ്യുന്നത്, തുറമുഖം അടച്ചുപൂട്ടുന്നത്. അപ്പോൾ പ്രതിമാസം ഇപ്പോൾ 4 മില്യൺ ഷെക്കലിൻ്റെ നഷ്ടം ഇസ്രായേലിന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതി പറയുന്നത് ഈ മേഖല അടച്ചുപൂട്ടിയത് കൊണ്ട് അടുത്ത തുറമുഖത്തിലേക്കാണ് ഇപ്പോൾ കപ്പലുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് യാത്രാ സമയം കൂടുന്നതനുസരിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത സർക്കാരിനുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വിലക്കയറ്റം വർദ്ധിക്കുകയും ചെയ്യുന്നു. കപ്പൽ റൂട്ടുകൾ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസവും വലിയ നീരസവും കപ്പൽ ഉടമസ്ഥർ കാണിക്കുന്നു. ഇൻഷുറൻസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 10 ഇരട്ടിയെങ്കിലും വർദ്ധിപ്പിക്കുന്നു. ഇത് കപ്പലുകൾക്ക് വലിയ ബാധ്യതയായി നിലനിൽക്കുന്നു എന്നാണ് കണക്ക്. 952 ഇവിടെ ഒരു സീപോർട്ട് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ആരംഭം കുറിച്ചത്. 957 അതിന് പൂർത്തീകരിച്ചുകൊണ്ട് പിന്നീട് കപ്പലുകൾ വരാൻ തുടങ്ങി. കൽക്കരി, പൊട്ടാസ്, എണ്ണ, രാസ ഉൽപ്പന്നങ്ങൾ, മിനറൽസ് അടക്കമുള്ള വസ്തുക്കളെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യമൻ്റെ നിലവിലുള്ള ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല, തിരസ്കരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സുരക്ഷ ഒരുക്കുക എന്നുള്ള മർമ്മപ്രധാനമായിരിക്കുന്നൊരു കാര്യമാണ്. ആ ഒരു വിഷയത്തിൽ വേണ്ടത്ര രീതിയിലുള്ള ജാഗ്രത പുലർത്താൻ ഇസ്രായേലിന് സാധിക്കാത്തത് വലിയ നാണക്കേടായിട്ട് നിലനിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം മേഖല സാമ്പത്തികപരമായ വലിയ മുന്നേറ്റവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനനിബിഡമായിരിക്കുന്ന ഏരിയകൾ നോക്കിയിട്ടാണ് യമൻ ആക്രമിക്കുന്നത്. അതിൽ പ്രധാന സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ ഇസ്രായേലിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബെൻഗുരിയൻ എയർപോർട്ടാണ്. ബെൻഗുരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 10-ലധികം തവണ, ഡസൻ കണക്കിന് എന്നൊക്കെയാണ് പറയുന്നത്, ആക്രമണം നടത്തിയിട്ടുണ്ട്. 2-ലധികം മിസൈലുകൾ അവരുടെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് വീണ് പൊട്ടുകയും അവരുടെ ഈ റിസപ്ഷൻ ഏരിയകൾ, ആളുകൾ തിങ്ങി നിൽക്കുന്ന ഭാഗത്ത് തീ പിടിക്കുകയും ചെയ്ത ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ഞെട്ടിപ്പിച്ച കാര്യമാണ്. യാത്രക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടുന്നത് വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മീഡിയകൾ അത് കൊണ്ട് ആഘോഷിക്കുകയും ചെയ്തു. രണ്ടാമത് ഏകദേശം 25 മീറ്ററോളം താഴ്ചയിൽ ഈ ഭൂമി തുരന്നുകൊണ്ട് ഒരു മിസൈൽ വീണ് പൊട്ടി എന്നാണ് പറയുന്നത്. 5 മീറ്റർ താഴ്ചയിൽ നിന്ന് ഒരു റിപ്പോർട്ട് കാണുന്നത് 25 മീറ്റർ താഴ്ചയിൽ എന്ന രീതിയിലാണ്. അതിശക്തമായിരിക്കുന്ന സ്ഫോടനത്തിൽ എയർപോർട്ട് കുലുങ്ങിപ്പോയി എന്നാണ് അന്നത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ മേഖല സുരക്ഷിതമല്ല എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ 25-ലധികം രാഷ്ട്രങ്ങൾ ഇസ്രായേലിലെ ഇൻ്റർനാഷണൽ ബെൻഗുരിയൻ എയർപോർട്ടിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. ഇസ്രായേൽ സർക്കാർ പല ഘട്ടങ്ങളിൽ ഈ രാജ്യങ്ങളോട് സർവീസ് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരും അതിന് തയ്യാറായിട്ടില്ല. രാജ്യത്ത് സുരക്ഷിതമില്ലാതെ നിൽക്കുന്ന സമയത്ത് തങ്ങളുടെ വിമാനത്തിനും അതേപോലെ തന്നെ യാത്രക്കാർക്കും സുരക്ഷിതം ഉണ്ടാവില്ല എന്നുള്ളത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ആകാശത്തിലൂടെ വിമാനം താഴ്ന്ന് ലാൻഡ് ചെയ്ത സമയത്ത് ഇവരുടെ മിസൈൽ വരികയോ മറ്റോ ചെയ്താൽ
ഒരിക്കലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജനങ്ങളടക്കം അവിടെ യാത്രക്കാരടക്കം വെന്ത് മരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതി വരും. അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. ഈ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മർമ്മപ്രധാനമായിരിക്കുന്ന എയർപോർട്ടാണ്. മാത്രവുമല്ല ഈ ഗവൺമെൻറ് തലത്തിലുള്ള ആളുകൾ, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കുന്ന എയർപോർട്ട് കൂടിയാണ് എന്നൊരു പ്രത്യേകതയും ബെൻഗൂരിയൻ എയർപോർട്ടിനുണ്ട്. ആ എയർപോർട്ട് ഏറെക്കുറെ ഭയപ്പാടിൻ്റെ ഒരു എയർപോർട്ടാക്കി മാറ്റിവെച്ചതിന് ശേഷമാണ് പിന്നീട് ഇവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് എയിലത്ത് തുറമുഖം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം കിട്ടുന്ന തുറമുഖമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് നേരെ ആക്രമണം നടത്തുന്നത് ആദ്യമായിട്ടാണ്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ തുറമുഖത്തെയും എയർപോർട്ടിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും രാജ്യം ആക്രമിക്കുന്നത് അപൂർവമായിരിക്കുന്ന സംഭവമായിട്ടാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അത് നിരന്തരം വന്നുകൊണ്ട് ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത്. 2025 കൂടിയിട്ട് അത് തുറമുഖം 2025 ജൂലൈ മാസം 20-ആം തീയതിയാണ് അത് എന്നേക്കുമായിട്ട് അടച്ച രീതിയിൽ അടച്ചുപൂട്ടിയത്. എന്നാൽ താൽക്കാലികമായിട്ടാണ് അടച്ചത്, ഞങ്ങൾ തുറക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിന് ശേഷം പിന്നീട് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഒരിക്കൽ തുറക്കാനുള്ള ശ്രമം നടത്തിയ സമയത്ത് അന്ന് തന്നെ ഒരു മിസൈൽ പതിച്ചു. ഒരു ബോട്ടിനോട് ചേർന്ന് കഴിഞ്ഞിട്ടാണ് ബോട്ടിൻ്റെ ഭാഗം തീ പിടിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നു. ആളപായം ഇല്ല എന്നാണ് അന്ന് ആ ഭാഗത്തുള്ള റിപ്പോർട്ട് പുറത്ത് വന്നു. എന്നാൽ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വേറൊന്നിലും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഏതൊരു ആക്രമണവും വളരെ കൃത്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ അവിടെ വലിയ രീതിയിൽ നിയന്ത്രണങ്ങളുണ്ട്. മീഡിയകൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പറയണം, ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നതിന് കൃത്യമായിരിക്കുന്ന ഒരു നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ട് എന്നതിനാൽ സോഷ്യൽ മീഡിയ പോലും നിരീക്ഷിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലുള്ളത്. അതുകൊണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യങ്ങളൊക്കെ പുറത്തു വരാൻ വേണ്ടിയിട്ട് വല്ലാതെ സമയം എടുക്കുന്നുണ്ട്. മാത്രമല്ല കൃത്യമായ രീതി അത് പുറത്ത് വരാറില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ യമൻ്റെ ഭീഷണി ഈ ഒരു തരത്തിലായതുകൊണ്ട് ഇതിന് മൗനം പാലിച്ചതോടുകൂടി അത് ഇസ്രായേൽ പത്രങ്ങൾ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് എന്തേ യമൻ്റെ ഭീഷണിക്ക് മറുപടി നൽകാത്തത് എന്ന് ഏതൊരു പത്രം ചോദിച്ചു എന്നാണ് പറയുന്നത്. എയിലത്ത് തുറമുഖം തുറക്കാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ച യമൻ എന്നാണ് ചില പത്രങ്ങൾ അതിൻ്റെ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തത്. അപ്പോൾ യമന് മറുപടി പറയുന്നതല്ല ഞങ്ങളുടെ രീതികൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി അതല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിലും എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ തുറമുഖം തുറക്കുന്നില്ല എന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കും. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയമാണ് എന്ന് പറയുമ്പോൾ സുരക്ഷാ വീഴ്ചകളുണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കും. ആ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ അലോസരപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് തുറമുഖം പ്രവർത്തിക്കാൻ ഏതായാലും പറ്റില്ല. അതിനപ്പുറമായ രീതിയിൽ മറ്റ് തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള പദ്ധതികളൊക്കെ യമൻ ആസൂത്രണം ചെയ്യുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി രണ്ടാമത്തെ തുറമുഖം അടച്ചു പൂട്ടുമോ എന്നൊരു പേടിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനങ്ങളും എത്തിയിരിക്കുകയാണ്. നൂറുകണക്കിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഡസൻ കണക്കിന് കപ്പലുകൾ നിത്യേന വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എയിലത്തെ തുറമുഖം. 1000-ലധികം അല്ലെങ്കിൽ 1000-ഓളം ജീവനക്കാർക്ക് അവിടെ ജോലി ഈ കപ്പൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ജോലി അവർക്ക് നഷ്ടപ്പെട്ടു. കപ്പൽ വരാത്തതിനാൽ കപ്പൽ ഈ സർക്കാരിന് വലിയ ബാധ്യതയായി. അപ്പോൾ മറ്റുള്ള തുറമുഖത്തെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വരുന്ന സമയത്ത് വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. സാമ്പത്തികമാണ് ഏറ്റവും വലിയ വിഷയം ആയിട്ട് അവിടെ വരുന്നത്. ഈ അടുത്ത കുറേ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നടക്കുന്നു. മൂല്യത്തകർച്ച രാജ്യത്തിൻ്റെ കറൻസിക്ക് വന്നുപെട്ടിരിക്കുന്നു. 2023 ആക്രമണം നടക്കുന്നു. 2024 ഏകദേശം മധ്യത്തിലെത്തിയപ്പോൾ കറൻസിയുടെ മൂല്യത്തിന് ഇടിവ് വന്നു. ലോക കറൻസിയിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന കറൻസിയിൽ ഈ ഇസ്രായേലിൻ്റെ ഷെക്കൽ എന്ന് പറയുന്ന കറൻസി ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതിന് വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് നൂർന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടേക്കുള്ള ആക്രമണ രീതികൾ അവസാനിച്ചു എന്ന് ലോകത്തിന് ബോധ്യമാണ്. ലോകത്തിന് ബോധ്യമാവണമെങ്കിൽ യുദ്ധം അവസാനിക്കണം. അത് യമൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഗസ സ്വതന്ത്രമാക്കുക. അത് ഫലസ്തീൻ സ്വതന്ത്രമാവാതെ ഒരിക്കലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംതൃപ്തമായിരിക്കുന്ന ഒരു ജീവിതം ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആവർത്തിക്കുകയാണ് എന്നും യമൻ പറയുകയാണ്.